നമ്മളെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം ഭക്തിയില്ലായ്മയല്ല, അറിവില്ലായ്മയാണ്. കാര്യം, നമ്മുടെ മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. പക്ഷേ ആ പരിഹാരങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പ്രശ്നത്തിന് വേണ്ടിയിട്ട് വേറെ വേറെ പരിഹാരങ്ങൾ തേടി നടക്കും. അത്തരൊരു പരിഹാരമാണ് ഏകാദശി കെടാവിളക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നിത്യ ദുഃഖത്തിനും നമ്മുടെ പല വിധത്തിലുള്ള വിഷമങ്ങൾക്ക് അറുതി വരുത്താൻ പോകുന്ന വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഏകാദശി കെടാവിളക്ക്. ഇതുപോലെ പ്രദോഷ കെടാവിളക്കും ഉണ്ട്. അപ്പോൾ ഏകാദശി കെടാവിളക്ക് എന്ന് കേട്ടപ്പോൾ എന്താണെന്ന് പലർക്കും അറിയില്ല. ഏകാദശി വ്രതം എടുക്കുന്നവര് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷെ എത്ര പേര് ഏകാദശി കെടാവിളക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതറിയില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. നമ്മിലുണ്ടാകുന്ന, നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകുന്ന എന്തുമാത്രം ദോഷങ്ങളെ നിവാരണം ചെയ്യാൻ ഈ കെടാവിളക്ക് വയ്ക്കുന്നതിലൂടെ സാധ്യമാകുമെന്നറിയാമോ? കെടാവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കെട്ടുപോകാതിരിക്കുന്ന ഒരു വിളക്കായിട്ടാണ് പലരും സങ്കല്പിക്കുന്നത്. അങ്ങനെയല്ല. അത് നമുക്ക് ഒരു ദിവസം പൂർണ്ണമായിട്ട്, അതായത് 24 മണിക്കൂർ നമുക്ക് കെടാവിളക്ക് ആയിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ അർദ്ധ ആയിട്ട് വയ്ക്കാം. അതായത് 12 മണിക്കൂർ കെടാവിളക്കായിട്ട് വയ്ക്കാം. വൈകുന്നേരം 6 മണിക്ക് നമ്മൾ കെടാവിളക്കായിട്ട് ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുലർച്ചെ 6 മണിക്ക് വരെ വരുന്ന ഒരു രീതി. അപ്പം ഈ ഏകാദശി കെടാവിളക്ക് 2 തരത്തിലൊക്കെ വയ്ക്കാറുണ്ട്. ഒന്ന്, ഏകാദശി തുടങ്ങുന്ന മുഹൂർത്തം തൊട്ട് ആ ഏകാദശി തീരുന്നത് വരെയുള്ള സമയത്ത്. രണ്ടാമത്തത് വൈകുന്നേര സമയത്ത്, ഏകാദശി ദിവസം വൈകുന്നേരം കെടാവിളക്ക് തെളിയിച്ച് പിറ്റേ ദിവസം രാവിലെ വരെ വയ്ക്കുന്ന രീതി. ഇതിൽ ഞാനിവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ഈ വൈകുന്നേരം നിങ്ങൾ കെടാവിളക്ക് വയ്ക്കുന്നതാണ്. അത് രാവിലെ വരെ ഇരിക്കുന്ന തരത്തിലുള്ള കെടാവിളക്ക്. അപ്പോൾ ഈ കെടാവിളക്ക് രീതിയെക്കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ച് പറഞ്ഞുതരാം. ഒപ്പം തന്നെ വിശേഷപ്പെട്ട മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞുതരാം. അതുകൊണ്ട് ആ മന്ത്രം തന്നെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല പല ദുഃഖങ്ങളും മാറ്റിയെടുക്കാൻ ഗുണകരമായിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾ ഇതുവരെയ്ക്കും അറിഞ്ഞിട്ടുള്ളൊരു അറിവായിരിക്കില്ല ഇതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. ഇതിലൂടെ ആ ചാനൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ, ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ, മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തികച്ച സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മാത്രമല്ല, ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രയോജനപ്രദമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സൗകര്യം ഒന്ന് പ്രയോജനപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. മാത്രമല്ല, ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന കുറേയേറെ പൂജാ പ്രാർത്ഥനകളുണ്ട്. അതിൽ നിങ്ങളെയും കൂടെ ഉൾക്കൊള്ളിക്കാമല്ലോ. അത് വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്രകാരം നിങ്ങളൊന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കും. നമുക്ക് അത് 1 മാസത്തേക്ക് ഇപ്രകാരം പൂജാ പ്രാർത്ഥനകളിലെല്ലാം ഉൾക്കൊള്ളിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, 1 മാസത്തേക്കേ പറ്റുള്ളൂ. കൂടുതലായിട്ട് നമുക്കത് ചെയ്തു പോകാൻ പറ്റില്ല. കൂടുതലായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഏകാദശി കെടാവിളക്കിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. കെടാവിളക്ക് എന്തെന്ന് നമ്മൾ മുന്നേ വിശദമാക്കിയിട്ടുണ്ട്. ഏകാദശി എന്ന് പറയുന്നത് അറിയാമല്ലോ, നമുക്ക് ഒരു മാസത്തിൽ 2 ഏകാദശികളാണ് വരുന്നത്. വെളുത്ത പക്ഷം, കറുത്ത പക്ഷം എന്ന് പറയുന്ന 2 ഏകാദശികൾ. അതായത് അമാവാസി കഴിഞ്ഞിട്ട് 11ാമത്തെ ദിവസമാണ് ഒരു ഏകാദശി വരുന്നത്. അതുപോലെ വെളുത്ത വാവ് കഴിഞ്ഞിട്ട് 11ാമത്തെ ദിവസമാണ് അടുത്ത ഏകാദശി വരുന്നത്. അങ്ങനെയാണ് 2 ഏകാദശികൾ കാണുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങൾ വെച്ച് വളരെ മഹത്തരമായിട്ടുള്ള വിശ്വാസങ്ങൾ പേറുന്ന ഒരു ദിവസമാണ് ഏകാദശി എന്ന് പറയുന്നത്. ഈ ദിവസം ഭഗവാൻ ഗീതോപദേശം നൽകിയ ദിവസമായിട്ടാണ്. അതാണ് ഇതിൻ്റെ പുണ്യത്വം. അതായത് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ മുക്തമായി പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് നേടി ഭഗവാൻ തൻ്റെ വിരാട സ്വരൂപത്തിൽ അർജുനനെ കാട്ടിക്കൊടുക്കുകയാണ്. ഞാനാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് സത്യം, നിന്റെ ദുഃഖങ്ങളെ എല്ലാം ഹനിക്കുന്നതും എല്ലാം ഞാനാണെന്നുള്ള നിത്യസത്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഏകാദശി ദിവസം വ്രതം എടുക്കുന്നത് ഏറ്റവും പുണ്യകരമാണ്. നമ്മളുണ്ടാകുന്ന കഷ്ടതകളും നമ്മളിലുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ള ദിവസമാണ്.
അപ്പം ഈ വ്രതം എടുക്കുകയും ഒപ്പം തന്നെ കിടാവിളക്ക് തെളിയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏറെ ഉത്തമമാണ്. പക്ഷേ ചിലർക്ക് വ്രതം എടുക്കാൻ പറ്റില്ല, കിടാവിളക്ക് മാത്രമായിട്ട് തെളിയിക്കാം, ആയിക്കോട്ടെ, യാതൊരു കുഴപ്പമില്ല. ഈ ഏകാദശികൾ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 24 ഏകാദശികളാണ് പൊതുവിൽ വരാറുള്ളത്. ചിലത് 25 ഏകാദശിയും വരും. നിങ്ങൾക്ക് ഈ കിടാവിളക്ക് തെളിയിക്കുമ്പോൾ മാസത്തിലെ 2 ഏകാദശികളിലും ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഏകാദശി വെച്ച് പോവാം. പക്ഷേ ഒരു ഏകാദശി വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വെളുത്ത പക്ഷത്തിലെ ഏകാദശി വെച്ച് പോവുകയാണെങ്കിൽ ആ വെളുത്ത പക്ഷം തന്നെ എടുത്തു പോകും. കറുത്ത പക്ഷത്തിലെ ഏകാദശി എടുക്കുകയാണെങ്കിൽ കറുത്ത പക്ഷം തന്നെ എടുത്തു പോകും. അല്ലാതെ മാറിയും തിരിഞ്ഞും എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അതിനൊരു ആചാര്യ അഭിപ്രായമില്ല, ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. ഗുണം ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഏകാദശി വെച്ച് എടുത്തു പോകുന്നവർക്കാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതി പിന്തുടരുന്നത് നന്നായിരിക്കും എന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ ഏകാദശി വിളക്ക് തെളിയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകാദശിയുടെ തലേ ദിവസമല്ല, ഏകാദശി ദിവസം തന്നെയാണ്. അന്നേ ദിവസം വൈകുന്നേരം നമ്മൾ 5 തിരിയിട്ട വിളക്കോ അല്ലെങ്കിൽ കിഴക്കോട്ട് 2 തിരി, പടിഞ്ഞാറ്റേക്ക് 2 തിരി എന്നുള്ള രീതിയിൽ തിരിയിട്ട് തെളിയിച്ചുമാണ് നമ്മൾ ഈ കിടാവിളക്ക് തെളിയിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള എണ്ണ കൊള്ളുന്ന ഒരു നിലവിളക്ക് ഇതിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്ന ആ വിളക്ക് മതിയാകും. അപ്പോൾ തെളിയിച്ചു തുടങ്ങുന്ന ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വിളക്ക് കരുതുന്നും വേണ്ട. പക്ഷെ ആ വിളക്കിന് ഇച്ചിരി എണ്ണ കൊള്ളണം. രാവിലെ വരെ ഇരിക്കാനുള്ളതല്ലേ, ഇല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരും. കാര്യം തീയാണ്, നമ്മളിങ്ങനെ വച്ചിട്ട് കിടന്നുറങ്ങും, ഇത് ആളിപ്പടർന്നിട്ടുണ്ടാകുന്ന അഗ്നിബാധയൊക്കെ ഉണ്ടാവാൻ ചാൻസുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഏത് കാര്യത്തിലും ഒരു സുരക്ഷ എന്ന് പറയുന്ന കാര്യമുണ്ട്, അതിനെ മാനദണ്ഡപ്പെടുത്തിയിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യുക. എന്തായാലും വൈകുന്നേര സമയത്ത് നിങ്ങൾ തെളിയിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കുക. ഏറ്റവും പരമായിട്ട് ജപിക്കേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമാണ്. അത് തുടർച്ചയായിട്ട് 108 തവണയെങ്കിലും ജപിക്കണം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും തുടർച്ചയായിട്ട് ജപിക്കണം. മാത്രമല്ല ഇതിനോടൊപ്പം ജപിക്കേണ്ടുന്ന മറ്റൊരു മന്ത്രമുണ്ട്, അത് പറഞ്ഞുതരാം. ഓം കൃഷ്ണായ വാസുദേവായ ആനന്ദോദ്ഭവായ ദാരിദ്ര്യനാശകായ മഹാസംഭവായ ഹ്രീം നമഃ. ഈ മന്ത്രത്തിൽ ചെറിയ പിരിവുണ്ട്. ആ ദാരിദ്ര്യനാശകായ എന്നുള്ള ഭാഗത്ത് ദുഃഖനാശകായ എന്നുള്ളതും രോഗനാശകായ എന്നുള്ള രീതിയിലും ചില മന്ത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില പുസ്തകങ്ങളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ആവശ്യത്തിനെ മുൻനിർത്തിയിട്ട് അതിൽ ചെറിയ മാറ്റം വരുത്തിയതായിരിക്കണം. ആ മന്ത്രത്തിൽ രോഗം ശമിപ്പിക്കുന്ന രീതി, രോഗികൾക്കായിട്ടുള്ളവർക്ക് രോഗം ആരോഗ്യവർദ്ധനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അത് സാമ്പത്തിക പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ദാരിദ്ര്യ മോചനത്തിന് വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമായിരിക്കും. ഞാനിപ്പോഴും ഈ ദാരിദ്ര്യനാശകായ നമ എന്നുള്ള മന്ത്രത്തെ ഞാൻ കൂടുതൽ പറയുന്ന കാര്യം, പൊതുവായിട്ടുള്ള പുസ്തകങ്ങളിലെല്ലാം ഇതാണ് കാണുന്നത്. മറ്റത് ആരൊക്കെയോ ചെറിയ തിരുത്തലുകളൊക്കെ വരുത്തിയതാണോ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് പൊതുവിൽ ഉപദേശിച്ചിരുന്നു. ഇത് ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുക കേട്ടോ. ഇത് പുലർച്ചെ സൂര്യോദയം വരെ ഇതിരിക്കണം. ഇപ്പം നമ്മൾ 6:15 തെളിയിച്ചതെങ്കിൽ, വൈകുന്നേരം 6:15 തെളിയിച്ചെങ്കിൽ രാവിലെ 6:15 കഴിഞ്ഞിട്ട് അത് കെടുത്താവും. ഇനി ഇപ്പം നിങ്ങൾ വൈകുന്നേരം 6:30 തെളിയിച്ചതെങ്കിൽ രാവിലെയും 6:30 കഴിഞ്ഞിട്ട് ഇത് കെടുത്താവും. ഇനി നിങ്ങൾ 6:45 തെളിയിച്ചെങ്കിൽ രാവിലെ 6:45 കഴിഞ്ഞിട്ട് ഇത് കെടുത്താവും. എങ്കിൽ ആ ചക്രം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുടുംബത്തുണ്ടാകുന്ന പല അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശമനം ഉണ്ടാകും. വീട്ടിൽ നിരന്തരമായിട്ടുള്ള ദുഃഖഹേതുക്കൾ വന്നുകൂടുന്നു, രോഗങ്ങൾ വന്നുകൂടുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. സാമ്പത്തിക പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നെങ്കിൽ അത് മാറിക്കിട്ടുന്നതിന് ഗുണകരമാണ്. എന്നും വാടക വീട്ടിൽ തന്നെ ജീവിക്കുന്ന ചിലരുണ്ട്. അവർക്ക് ഒരു തരത്തിലും അവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അവർക്ക് ഒരു സ്വയമായിട്ട് ഒരു ചെറിയ കുടിൽ പോലും കെട്ടി അവർക്ക് മാറാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഈ വിളക്ക് തെളിയിക്കുക, ഒപ്പം തന്നെ നിങ്ങളുടെ പ്രവർത്തനത്തിലെ മൂല്യം കൂട്ടുക, വോളിയം കൂട്ടുക, ഇതൊക്കെ വളരെ നന്നായിരിക്കും. എന്തായാലും ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളുണ്ടാകും. ഈ പഠിക്കാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ഈ വിളക്കൊക്കെ തെളിയിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് പഠന മികവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മംഗല്യപരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു കുട്ടി വളരെയധികം പ്രശ്നത്തിൽ നിന്നപ്പോൾ ആ കുട്ടി ഈ വിളക്ക് തെളിയിച്ചിട്ട് അതിന് വലിയ നേട്ടം ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളിൽ ഈ വിളക്ക് തെളിയിക്കുന്നതിൽ ഗുണം കാണിച്ചിട്ടുണ്ട്. ഓം കൃഷ്ണായ വാസുദേവായ ആനന്ദോദ്ഭവായ ദാരിദ്ര്യനാശകായ മഹാസംഭവായ ഹ്രീം നമഃ എന്ന ഈ മന്ത്രം
നമുക്ക് ജപിക്കേണ്ടത് കുറഞ്ഞ പക്ഷം 108 അതിന് കഴിയാത്തവർ 18 തവണ ജപിക്കും. 108 ജപിക്കാൻ ഉത്തമമാണ്. രാവിലെ വിളക്ക് കെടുത്താൻ നേരത്ത് കുളിച്ച് ശുദ്ധമായിട്ട് വേണം വിളക്ക് കെടുത്താനുള്ളത്. വിളക്ക് കെടുത്തുന്നതിന് മുമ്പ് നമ്മൾ കൈകൂപ്പി ഓം കൃഷ്ണായ സർവം ക്ഷമസ്വ സർവം ക്ഷമസ്വ സർവം ക്ഷമസ്വ എന്ന് 3 വട്ടം ജപിക്കുക. എന്തെങ്കിലും പിഴയുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനുള്ള ഒരു മന്ത്രമാണ്, ഏറ്റവും ലളിതമായിട്ടുള്ള മന്ത്രമാണ്. ഈ മന്ത്രവും കൂടെ ജപിച്ചിട്ട് വേണം ഒരു പൂക്കെഴുത്ത് കൊണ്ടോ അല്ലെങ്കിൽ വിശറി കൊണ്ട് വീശിക്കെടുത്തുക, ഉത്തരീയം കൊണ്ട് വീശിക്കെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യാം. വിളക്കെടുത്തുന്നതിന് തന്നെ പല സംശയങ്ങളുമുണ്ട്. പൂക്കെഴുത്ത് കൊണ്ട് എടുത്താൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഊതിക്കെടുത്തരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം, ഊതിക്കെടുത്തരുത്. അപ്പം എണ്ണയുടെ കാര്യത്തിലൊക്കെ നമ്മൾ നല്ല ശ്രദ്ധ വെച്ചുകൊള്ളണം. ആളിപ്പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ ഈ എണ്ണ തന്നെ മേടിച്ച് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മാസത്തിൽ ഒരു വട്ടമല്ലേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 2 വട്ടമല്ലേ പരമാവധി വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ചിലർ ചോദിക്കും ഇത് നെയ്യ് കൊണ്ട് ചെയ്യാമോ? നെയ്യുടെ ആവശ്യമൊന്നും കിടാവിളക്കിൽ വരുന്നില്ല, നിങ്ങൾക്ക് ഈ രീതിയിൽ മതിയാകും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രദോഷത്തിന് ശിവനുമായിട്ട് ബന്ധപ്പെടുത്തിയ വിളക്ക്, കിടാവിളക്ക്. അത് വേറൊരു തരത്തിലാണ്. പിന്നെ ഇവിടെ 5 തിരിയിട്ട വിളക്ക് വെച്ച് തെളിയിക്കാമോ എന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം. 5 തിരിയിട്ട് ഭദ്രദീപമായിട്ട് നമുക്ക് തെളിയിക്കാം. പക്ഷെ എണ്ണയുടെ കാര്യത്തിലാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോളൂ, ആളിപ്പടരാതിരിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിലേതെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഞാനത് പരിശോധിക്കുന്നതിന് മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി നൽകാം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. ഈ സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ് ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.